ഹലോ, ഇന്ന് ഞാൻ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ക്രാഫ്റ്റാണ് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 പ്ലാസ്റ്റിക് കവർ എടുത്തിട്ടുണ്ട്. ഒന്ന് ഓറഞ്ച്, ഒന്ന് പച്ച, ഒന്ന് വെള്ള. ഇനി നമുക്ക് ആദ്യം തന്നെ ഓറഞ്ച് കളർ എടുത്തതിന് ശേഷം അതിനകത്തേക്ക് നമ്മുടെ ചൂണ്ടവരലില്ലേ അതൊന്ന് ഇങ്ങനെ കടത്തി കൊടുക്കുക. അതിന് ശേഷം അതിങ്ങനെ മെല്ലെ പിടിച്ചതിന് ശേഷം ഒന്ന് കത്രിക വെച്ചിട്ട് ഒന്ന് വെട്ടി കൊടുക്കുക. അപ്പോൾ വീഡിയോയിൽ കാണുന്ന ആ ഒരു രീതിയിലാട്ടോ വെട്ടി കൊടുക്കേണ്ടത്. ഇനി ആദ്യം വെട്ടിയെടുത്തിട്ടുള്ള ആ ഒരു പ്ലാസ്റ്റിക് കവറില്ലേ അത് നമ്മൾ ഒന്നും കൂടെ ഈ ഒരു കവറിൻ്റെ ഉള്ളിലോട്ട് വെച്ചതിന് ശേഷം ഇങ്ങനെ ഒന്ന് ഒതുക്കി പിടിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് വെട്ടിയെടുക്കുക. ഇങ്ങനെ നമ്മൾ 3 തവണ വേണം കേട്ടോ വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇനി 3 പ്രാവശ്യമായിട്ട് വെട്ടിയെടുത്തിട്ടുള്ള ഓറഞ്ച് കളർ നമുക്ക് വൈറ്റ് കളർ കവറിൻ്റെ ഉള്ളിലോട്ട് വെച്ചിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ അങ്ങനെ ചെയ്തെടുക്കാം. അങ്ങനെ 3 തവണ വെട്ടിയെടുക്കണം. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ആ ഒരു വൈറ്റ് കളർ ഈ ഒരു ഗ്രീൻ കളർ കവറിൻ്റെ ഉള്ളിലോട്ട് വെച്ചിട്ട് ഇതുപോലെ തന്നെ 3 പ്രാവശ്യം വെട്ടിയെടുക്കണം. അപ്പോൾ ആദ്യം ഓറഞ്ച്, പിന്നെ വൈറ്റ്, പിന്നെ അതുപോലെ തന്നെ ഗ്രീൻ, അങ്ങനെയുള്ള രീതിയിലാണല്ലോ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യദിനത്തിന് പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ക്രാഫ്റ്റാണിത്. ഇനി ഇതൊന്ന് വിടർത്തിയെടുത്തതിന് ശേഷം ആദ്യം വെച്ചിട്ടുള്ള ഓറഞ്ച് കവറില്ലേ അതൊന്ന് വിടർത്തിയിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ ഒരു ചെറിയ കഷ്ണം ഈർക്കിളി നമുക്ക് ഇതിലോട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കൊരു തണ്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ കവർ നന്നായിട്ടൊന്ന് മുറുക്കെ പിടിച്ചിട്ട് ഒരു നൂല് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മുറുക്കിയിട്ട് കെട്ടി കൊടുക്കാം കേട്ടോ. നൂല് കെട്ടി കൊടുക്കുന്ന സമയത്ത് ആ കവർ ഒന്നും കൂടെ ഒന്ന് പിടിച്ചൊന്ന് ശരിയാക്കിയതിന് ശേഷം വേണം നമ്മൾ കെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട്. നൂല് കെട്ടിയതിന് ശേഷം നമുക്ക് ഈ ഒരു 3 ലെയറുകൾ നന്നായിട്ടൊന്ന് വിടർത്തി കൊടുക്കാം. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കത്രിക എടുത്തതിന് ശേഷം ഇങ്ങനെ പൊന്തി നിൽക്കുന്ന കുറച്ച് ഭാഗങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വെട്ടിയിട്ട് ലെവലാക്കി എടുക്കാം. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ചുള്ള ക്രാഫ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു പൂ ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേറെ തരത്തിലുള്ള കളറുകൾ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ ഒറ്റ കളർ വേണമെങ്കിൽ ഒറ്റ കളർ വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഞാൻ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനത്തെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് പോയിട്ട് കണ്ടോളൂ കേട്ടോ. ഇനി നമുക്കതിൻ്റെ തണ്ടൊന്ന് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്രീൻ ടേപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ പച്ച കവർ വെച്ചിട്ട് ചെയ്താലും മതി. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ഈ ഒരു തണ്ടിൻ്റെ ഭാഗത്തൊന്ന് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചുറ്റി കൊടുക്കാം. ഇങ്ങനെ ഒരുപാട് പൂക്കൾ ഉണ്ടാക്കിയിട്ട് എടുക്കുന്ന സമയത്ത് ഒരുമിച്ച് വെക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ എന്തായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാനിവിടെ 2 പൂക്കളാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായിട്ടും ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ ഞാൻ ഒറ്റ കളർ വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള പൂവാണിത്. അപ്പോൾ അതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതെന്തായിട്ടും പോയിട്ട് കാണാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.